പാലക്കാട് അട്ടപ്പാടിയിൽ ഇന്നലെ അതിദാരുണമായ ഒരു വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ കേട്ടത് വീട് തകർന്ന് വീണ് മരിച്ച 2 കുട്ടികളുടെ വാർത്തയായിരുന്നു. കുട്ടികളുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. കരുവാരൂരിലെ അജയ് ദേവി ദമ്പതികളുടെ 7 വയസ്സുള്ള ആദി, 4 വയസ്സുള്ള അജ്നേഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ബന്ധുവായ 6 വയസ്സുകാരി അഭിനയ എന്ന കുട്ടി പരിക്കുകളോടെ ചികിത്സയിലാണ്. സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നു. സാജിദ്, ഈ 2 കുരുന്നുകളുടെ മരണം ആ നാടിനുണ്ടാക്കിയ വേദനയും ആ നാടിനുണ്ടാക്കിയ ആഘാതവും ചെറുതായിരിക്കില്ല. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എപ്പോഴാണ് സംസ്കാര നടപടികളൊക്കെ എപ്പോഴാണ് നടക്കുക? ഈ പരിക്കേറ്റ കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സൈഫുദ്ദീൻ, അമൃത, ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 4:30 കുട്ടികൾ ഈ വീടിന് താഴെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് കുട്ടികളുടെ മുകളിലൂടെ വീഴുന്നത്. 7 വയസ്സുള്ള ആദിയുടെ ചെറിയ സഹോദരൻ 4 വയസ്സുള്ള ആദിത്യൻ എന്ന കുട്ടി, അജ്നേഷ് എന്ന കുട്ടിയും മരിക്കുന്നു. പിന്നീട് ഇവരുടെ ഈ തൊട്ടടുത്ത ഊരിൽ നിന്ന് വിരുന്ന് വന്ന അഭിനയ എന്ന 6 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കുട്ടിയുടെ ഈ ചികിത്സ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ കരുവാര ഊര് ഈ വനത്തിലകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സൈലന്റ് വാലിയോട് ചേർന്നുള്ളൊരു വനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് ഈ വാഹനങ്ങൾ ആ സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളിലാണ് ഈ കുട്ടികളെ ഈ താഴേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് വനം വകുപ്പിൻ്റെ ജീപ്പിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നു. ആ സമയമാകുമ്പോഴേക്ക് തന്നെ കുട്ടികൾ മരിച്ചിരുന്നു. ഇത് 2016 പണി നിർത്തിയ ഒരു വീടാണ്. ITDPയുടെ പ്രൊജക്റ്റ് ഉപയോഗിച്ച് നൽകുന്ന ഫണ്ട് ഉണ്ടായിരുന്നു. ഈ ഫണ്ട് പിന്നീട് ഈ പ്രൊജക്റ്റ് നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ട് ഈ വീട് പണി പൂർണ്ണമായി നിലച്ചു. ആ കുടുംബം ഇപ്പോഴും അവിടെ ഒരു ഷെഡിലാണ് കഴിയുന്നത്. ആ വീടിൻ്റെ ഒരു ഭാഗമാണ് തകർന്ന് വീഴുന്നത്. ഈ കുട്ടികൾ ആ വീടിന് സമീപത്ത് മറ്റൊരു വീട്ടിലുള്ള കുട്ടികളാണ്. സ്ഥിരമായി കളിക്കാൻ പോകുന്ന സ്ഥലത്തു നിന്നാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. എന്തായാലും പോസ്റ്റ്മോർട്ടം അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും. ഇന്ന് ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയുന്നത്.